ഇനി ബാംഗ്ലൂർ വന്നിട്ട് സ്ഥലമൊന്നും കാണിച്ചില്ല എന്ന് പറയണ്ട. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഷോപ്പിംഗ് ചെയ്യാനാണ്. എനിക്കല്ല ഗൈസ്, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മൊത്തം മേടിക്കും. അതുകൊണ്ട് ഞാൻ കണ്ണടച്ചാണ് നടന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് ജയാനഗറിൽ കിടിലം സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ട്. എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഷോപ്പ് ചെയ്യാൻ വന്നതാണ്. പക്ഷേ മെൻസിനുള്ളത് ഒന്നുമില്ല അവിടെ. വഴി നീളെ ചെരുപ്പ്, തേങ്ങ മാങ്ങ, എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ചെരുപ്പ് 150 രൂപ എങ്ങാണ്ട് ഉള്ളായിരുന്നു. പക്ഷേ മേടിക്കാൻ വയ്യ ഗൈസ്, എവിടെ ഇടാനാണ്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഐസ്ക്രീം കിട്ടുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നിട്ട് ഐസ്ക്രീം മേടിച്ച് ഗൈസ്. ഇവനാണ് എൻ്റെ ഫ്രണ്ട് ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഈ തോന്നിവാസങ്ങളാണ് കാണിക്കുന്നത്. അത് ഞാൻ ഇട്ട് ഇനിയിപ്പം ഈ വീഡിയോ വന്നതിന് ശേഷം എനിക്ക് ജീവനുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് ഒരു പൊട്ട് മേടിക്കാമെന്ന്. അങ്ങനെ പൊട്ട് മേടിക്കാനായിട്ട് പോയപ്പം കുഞ്ഞു പൊട്ടായിപ്പോയി. ഞാൻ പറഞ്ഞാണ് വലുതെടുക്കാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു വലുതെടുത്ത ആൻറ്റിമാരെ കണക്കിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് കുറേ കണക്കത്തെ ഡിസൈനർ വെയറുകളുണ്ടായിരുന്നു. പുറത്തിരുന്ന് വായി നോക്കിയതിന് ശേഷം അടുത്ത ഒരു ജ്വല്ലറി കടയിൽ ചുമ്മാ കയറി. ഇത് ഗോൾഡ് വെച്ചിട്ടുള്ള ഒരു ബാഗാണ് ഗൈസ്. ആരെങ്കിലും എനിക്ക് ഗിഫ്റ്റ് മേടിച്ച് തന്നാൽ ഞാൻ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മളൊരു സ്ഥലത്തോട്ടങ്ങ് ഇറങ്ങി. അവിടെ നിറച്ചും മറ്റേ ഇതായിരുന്നു, ഷോർട്ട് കുർത്തിയും പിന്നെ അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഷോർട്ട് കുർത്തിയും പിന്നെ മറ്റേ നമ്മളെ 2 പീസൊക്കെ ഉണ്ട്. പക്ഷെ നല്ല വിലക്കുറവാണ് കേട്ടോ. നമ്മൾ ബാർഗെയിൻ ചെയ്താൽ നല്ല വിലക്കുറവിൽ കിട്ടും. പിന്നെ ഒരു പാവയെ കണ്ട് കേസ്, അതിൻ്റെ തുണി പൊക്കി നോക്കി, എന്ത് പറയാനാണ്. അതിനുശേഷം നമ്മൾ വിശന്നപ്പം കോൺ കഴിക്കാനായിട്ട് കയറി. കോണും കഴിച്ചിട്ട് കുറേ ബാഗുള്ള സ്ഥലത്തോട്ട് പോയി. പിന്നെ റെയിൻ ഡ്രോപ്പ് ബാഗുകൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ മറ്റേ കയർ പൊട്ടിയ കാളെ പോലെ കിടന്ന് ഓടുമായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചേട്ടാ. ഫുഡ് കഴിച്ച വീഡിയോ അടുത്ത വീഡിയോയിൽ പറയുന്നത് വലുതായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ശരി, ബൈ.